ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കൊല്ലത്ത് മഴയ്ക്കൊരു ശമനമില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. കൊല്ലത്ത് നല്ല അതിഗംഭീരമായ മഴ. അപ്പം മഴക്കാഴ്ചകളും കുറച്ച് പാചകവും വാചകവും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇന്നേ ദിവസം മോൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂടെ വന്നിങ്ങനെ നോക്കുവാണ്, മഴ പെയ്യുന്നുണ്ടോ, മഴ തോരുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ, അപ്പോൾ വിടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഫസ്റ്റ് ഡേ ആയിട്ട് മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് മഴ കുറയുന്നുണ്ടോ എന്ന് കൂടെ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ മഴ അന്നത്തെ ദിവസം സത്യത്തിൽ കുറഞ്ഞതേയില്ല. അതിഗംഭീരമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നും. ആ സമയത്ത് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഫിറ്റ് ചെയ്ത് മോളെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കി കേട്ടോ. പിന്നെ ഇന്നേ ദിവസം ഞാൻ ദോശ, സാമ്പാർ ഒക്കെ ആയിരുന്നു വെച്ചത്. അപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പരിപ്പും 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, 2 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സാമ്പാർ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, അതിനോടൊന്ന് പച്ചമുളക്, സാമ്പാർ പരിപ്പ്, അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല രീതിയിലങ്ങ് വേവിച്ചെടുക്കും. അപ്പോഴത്തേക്കും അടുത്തടുപ്പിൽ തന്നെ ഞാൻ പാലിലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ഇച്ചിരി പാലെടുക്കും, ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം ബാക്കി ഞങ്ങൾ ചായക്കൂടെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം എൻ്റെ പണികളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പുറത്തുകൂടെ ഒന്ന് പോയി നോക്കിയപ്പം ഇത് ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫ്രണ്ട് വശത്ത് താഴത്തെ സ്റ്റെപ്പ് ഫുള്ളും വെള്ളം കവറായി. ഇനി ഒരു സ്റ്റെപ്പ് കൂടാകുമ്പോൾ മുകളിലത്തെ സ്റ്റെപ്പ് കൂടാകും. അപ്പോൾ ഏട്ടൻ്റെ വണ്ടി ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കമന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏട്ടൻ ഇറങ്ങിപ്പോൾ ഒരു കല്ലൂടെ വെച്ച് സ്റ്റാൻഡിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ചിലപ്പം കുഴിഞ്ഞങ്ങ് താഴോട്ട് പോയാലോ. അപ്പം മുറ്റം മൊത്തം ഏകദേശം നല്ല രീതിയിൽ വെള്ളം ആയിട്ടുണ്ട്. അപ്പം പ്രാവും കൂടൊന്നും ഞാൻ തുറന്ന് വിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ തുറക്കത്തില്ല. മഴയാണെങ്കിൽ തുറക്കത്തില്ല ഞാൻ കൂട്. അപ്പം കോഴിയും പ്രാവും ഒക്കെ കൂട്ടിനകത്ത് തന്നെയാണ്. സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ദോശയും കൂടെ ചുട്ട്, ഞാൻ നെയ്യ് ഒഴിച്ചാട്ടോ ദോശ കൊടുക്കുന്നത്. 1-2 ദോശ മോനും നെയ്യ് ഒഴിച്ച് ചുട്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾ സാധാരണ നോർമലായിട്ട് പച്ചെണ്ണയ്ക്കകത്ത് തേച്ചെടുക്കുക കേട്ടോ. പച്ചെണ്ണ തേച്ചിട്ട് ദോശ ചുട്ടെടുക്കും. അപ്പം ദോശ ചുടിയിലും സാമ്പാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അന്നേ ദിവസം അങ്ങ് കഴിഞ്ഞ് പോയി. അന്നത്തെ ദിവസം മഴയ്ക്കൊരു ശമനമില്ലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കാർത്തുവും ചാർലുവും കോഴിയും എല്ലാം കൂടെ ഒരു മേളമാട്ടോ. നമ്മുടെ ഒറ്റ പൂവൻ്റെ ഓട്ടമാണോ നിങ്ങളെ കാണുന്നത്. ഭയങ്കര വിറ്റാളി വീരനാണ്. ചാർലിക്ക് പിന്നെ സമയമില്ല, ചുറഞ്ഞ് നിർത്തിട്ട് വേണം ഓടാൻ. അപ്പം ഞാനിങ്ങനെ വോയിസ് എടുക്കുമ്പോൾ കാത്തുവിനെ പുറകെ വന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നോട്ടെ പോകാൻ അവനിങ്ങനെ കടയിലോട്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴേക്കും ഇവർക്ക് ഈ കോഴിക്ക് ഷൂ ഇഷ്ടമല്ല കേട്ടോ. ഷൂ ആരിട്ടോട് ചെന്നാലും ഈ കോഴി ഓടിച്ചിട്ട് കുത്തും. അതാണ് നമ്മുടെ വീട്ടിലെ കോഴിയുടെ പ്രത്യേകത. അപ്പം കാർത്തൂനാണെങ്കിൽ ഭയങ്കര ഹരമാണ് ഇങ്ങനെ ഈ കോഴി ഇങ്ങനെ കൊത്തിപ്പിക്കുന്നതിൽ കേട്ടോ. ആ ഷൂവിലാണ് കുത്തുന്നത്. നമ്മൾ ഈ ഷൂ മാത്രമായിട്ട് കാണിച്ചാലും കോഴി ഓടിച്ചിട്ട് കുത്തും. അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.